ബൈബിളിലൂടെ ഒരു തീർത്ഥാടനം എന്ന ബൈബിൾ പഠന പദ്ധതിയിലേക്ക് ഏവർക്കും സ്വാഗതം. വെളിപാട് ഗ്രന്ഥത്തിൽ 3-ാം അധ്യായത്തിലെ ആദ്യ സഭയായ സാർദിസിലെ സഭയ്ക്കുള്ള കത്താണ് നാം ഇപ്പോൾ പഠന വിഷയമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സാർദിസ് എന്ന നഗരത്തിൻ്റെ പശ്ചാത്തലം നമ്മൾ ലഘുവായി കണ്ടിരുന്നു. ഇനി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ സാർദിസിലെ സഭയ്ക്കുള്ള സന്ദേശം മനസ്സിലാക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ആദ്യമായി ഈ സാർദിസിലെ സഭയ്ക്കുള്ള കത്തിൻ്റെ ഘടന നമുക്കൊന്ന് കാണാം. മറ്റ് കത്തുകൾ സൂചിപ്പിച്ചതുപോലെ ഈ കത്തിലും ഏകദേശം സമാനമായിട്ടുള്ള ഘടന തന്നെയാണ് നാം കാണുന്നത്. തുടക്കത്തിൽ അതേത് സഭയ്ക്കുള്ള കത്താണ് എന്ന് പറയുന്നു 3-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ. തുടർന്ന് ആ സഭകളോട് സംസാരിക്കുന്ന ക്രിസ്തു ആരെന്ന് ഇവിടെ വ്യക്തമാക്കുന്നു. ദൈവത്തിൻ്റെ സപ്ത ആത്മാക്കളും സപ്ത താരങ്ങളുമുള്ളവൻ ഇപ്രകാരം പറയുന്നു. തുടർന്ന് ഈ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തു സഭകളെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ ഞാൻ അറിയുന്നു എന്ന ആ ഭാഗം, അതാണ് തുടർന്ന് കാണുന്നത്. നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്ന പേര് നിനക്കുണ്ട്, പക്ഷേ നീ മൃതനാണ്. ഇനി തുടർന്ന് സഭയ്ക്കുള്ള നിർദ്ദേശങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. 2-ാമത്തെ വാക്യം മുതൽ. ഉണർന്നിരിക്കുക, നിന്നിൽ മരണാസന്നമായി അവശേഷിക്കുന്നതിനെ ശക്തിപ്പെടുത്തുക. അങ്ങനെ തുടർന്ന് സഭയ്ക്കുള്ള സന്ദേശങ്ങൾ ഒന്നൊന്നായിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നു. തുടർന്ന് 5-ാമത്തെ വാക്യത്തിൽ വിജയം വരിക്കുന്നവർക്കുള്ള ആ സന്ദേശമാണ്. വിജയം വരിക്കുന്നവൻ ഇപ്രകാരം വെള്ള വസ്ത്രം ധരിപ്പിക്കപ്പെടും, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ നാമം ഞാൻ മായ്ച്ച് കളയുകയില്ല. തുടർന്ന് അവസാന ഭാഗം ആത്മാവിനെ ശ്രവിക്കാനായിട്ടുള്ള ആഹ്വാനം. ആത്മാവ് സഭകളോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇപ്പോൾ കഴിഞ്ഞ മറ്റ് സഭകളെക്കുറിച്ചുള്ള ആ ഒരു ഘടനാ ശൈലി തന്നെയാണ് ഇവിടെയും കാണുന്നത് എന്ന് നാം കണ്ടു. ഇനി ഇതിലുള്ള ആശയങ്ങളിലേക്ക്, സന്ദേശത്തിലേക്ക് നമുക്ക് സാവധാനം കടന്നു വരാം. അപ്പോൾ ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്ന ആ യേശുവിൻ്റെ അഭിധാനങ്ങൾ, പേരുകൾ, ദൈവത്തിൻ്റെ സപ്ത ആത്മാക്കളും സപ്ത താരങ്ങളും ഉള്ളവൻ. അപ്പോൾ സപ്ത ആത്മാക്കൾ എന്നത് നമ്മൾ 1-ാമത്തെ അധ്യായത്തിൽ കണ്ടതാണ്. അതുപോലെ തന്നെ 5-ാമത്തെ അധ്യായത്തിൽ ക്രിസ്തുവിനെക്കുറിച്ച് പറയുമ്പോൾ, കൊല്ലപ്പെട്ടതുപോലെ നിൽക്കുന്ന കുഞ്ഞാടനെക്കുറിച്ച് പറയുമ്പോൾ കാണുന്നു അവൻ്റെ 7 കണ്ണുകളും 7 കൊമ്പുകളും ഉള്ളവനാണ്, ലോകമെമ്പാടും അയക്കപ്പെട്ട സപ്ത ആത്മാക്കളും ഉള്ളവനാണ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രിസ്തുവിനെയും ഈ സപ്ത ആത്മാക്കളും ആയിട്ട് ഒരുമിച്ച് ചേർത്ത് അവിടെ അവതരിപ്പിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ സപ്താത്മാക്കൾ എന്ന് പറയുന്നത് നാം അവിടെ കണ്ടിരുന്നു, അത് പരിശുദ്ധാത്മാവിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇനി സപ്ത താരങ്ങളും ഉള്ളവൻ, അത് തീർച്ചയായിട്ടും അധികാരത്തിൻ്റെയൊക്കെ പ്രതീകമാണ്. സഭകളുടെ മേൽ അധികാരം ഉള്ളവൻ അവൻ തന്നെയാണ്. ഇനി സഭകളെക്കുറിച്ച് പറയുന്ന ആ കാര്യങ്ങൾ, നിൻ്റെ പ്രവൃത്തികൾ ഞാൻ അറിയുന്നു, ജീവിച്ചിരിക്കുന്നവൻ എന്ന പേര് നിനക്കുണ്ട്, പക്ഷേ നീ മൃതനാണ്. കാര്യം വളരെ വ്യക്തമാണ്. നാമമാത്ര ക്രിസ്ത്യാനികളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ക്രിസ്തു ഇവരുടെ ജീവിതത്തിലുള്ളത് എന്തെന്ന് വ്യക്തമായിട്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ഇവരോട് പറയുന്നു, നിങ്ങൾക്ക് ജീവിച്ചിരിക്കുന്നു എന്ന പേര് മാത്രമേ ഉള്ളൂ, പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങളൊക്കെ മരിച്ചവരാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ ആ ഭാഗം എടുത്തായിരുന്നു, 2-ാം അധ്യായത്തിലെ ഭാഗം എടുത്തായിരുന്നല്ലോ.
യേശുവിൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞവരോട് യേശു പറയുന്നു, പക്ഷേ യേശു അവരെ വിശ്വസിക്കുന്നില്ല. കാരണം അവരുടെ ഉള്ളിലുള്ളത് എന്തെന്ന് യേശു വ്യക്തമായിട്ട് അറിഞ്ഞിരുന്നു. അപ്പോൾ യേശു എല്ലാ കാര്യങ്ങളും സഭയുടെ ജീവിതം എന്തെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നവനും വിലയിരുത്തുന്നവനുമൊക്കെയാണ്. ഇനി മൃതനാണ് എന്ന് ഉള്ള ആ പ്രയോഗം, നീ മൃതനാണ് എന്നത് അതിൻ്റെ അർത്ഥം യേശുവിന് സാക്ഷ്യം നൽകുവാനായിട്ട് ഇവർക്ക് സാധിക്കുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഇവരിൽ ആ യേശുവിൻ്റെ ജീവനില്ല. അതുകൊണ്ട് തന്നെ യേശുവിനെ സാക്ഷ്യപ്പെടുത്തുവാനായിട്ട്, യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുവാനായിട്ട് ഈ സഭയ്ക്ക് സാധിക്കുന്നില്ല എന്നാണ് പറയുക. ഇനി ഇതിന് ശേഷം ഉടനെ തന്നെ ഇവർക്കുള്ള സന്ദേശമാണ് നാം ഇവിടെ കാണുക. അപ്പോൾ 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഉണർന്നിരിക്കുക, നിന്നിൽ മരണാസന്നമായി അവശേഷിക്കുന്നതിനെ ശക്തിപ്പെടുത്തുക. ഉണർന്നിരിക്കുക. അപ്പോൾ ഉണർന്നിരിക്കുവാനായിട്ടുള്ള ആഹ്വാനം, നമ്മൾ പുതിയ നിയമത്തിൽ പലയിടങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സഭകളോട് തന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്ന ശിഷ്യരോടൊക്കെ പറയുക, നിങ്ങൾ ഉണർന്നിരിക്കുക. ലൂക്കായുടെ സുവിശേഷത്തിൽ 22-ാം അധ്യായത്തിൽ 46-ാമത്തെ വാക്യം 45 മുതൽ, യേശു പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേറ്റ് ശിഷ്യന്മാരുടെ അടുത്തു വന്നപ്പോൾ അവർ വ്യസന നിമിത്തം തളർന്നുറങ്ങുന്നത് കണ്ടു. അപ്പോൾ യേശു അവരോട് പറയുന്നു, നിങ്ങൾ ഉറങ്ങുന്നതെന്ത്? പരീക്ഷയിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. അപ്പോൾ അതുപോലെ നിരവധി ഉദാഹരണങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കും. 1 കൊരിന്തോസ് 16-13, അതുപോലെ തന്നെ കൊളോസ്സുകാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, 1 തെസലോനിയക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 6-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 1 പത്രോസ് 5:8. ഇപ്പോൾ ഇവിടെ ഉണർന്നിരിക്കുവാനായിട്ടുള്ള ആഹ്വാനം അത് ആ സാർദിസിലെ സഭയുടെ സാമൂഹിക പശ്ചാത്തലവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്നു. ഞാൻ ആദ്യം സൂചിപ്പിച്ചായിരുന്നല്ലോ, ഓർക്കാപ്പുറത്ത് പല ഭൂകമ്പങ്ങളാലും ഈ നഗരമൊക്കെ തകർന്നടിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും എന്തെങ്കിലും അപകടം വന്നാൽ ഓടി പോകുവാനായിട്ട് അവർ ജാഗ്രതയോടെയൊക്കെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. പിന്നെ അതുമാത്രമല്ല, ഇവരെക്കുറിച്ച് പറയുന്നത് ഈ സാർദിസ് എന്ന് പറഞ്ഞല്ലോ, ചെങ്കുത്തായിട്ടുള്ള ഒരു മലമുകളിൽ പണിതിരിക്കുന്ന ഈ ഒരു നഗരം. അപ്പോൾ ഈ നഗരം അവർ വിശ്വസിച്ചിരുന്നു ഇതിനെ കീഴ്പ്പെടുത്താൻ ആർക്കും സാധിക്കുകയില്ല. പക്ഷേ ഇത് പിന്നീട് സൈറസ് ചക്രവർത്തി ഒരിക്കൽ ഇവർ ആക്രമിക്കുവാൻ വന്നു. അപ്പോൾ അവരെ പരാജയപ്പെടുത്തി ആ സൈന്യമൊക്കെ തിരികെ പോയി. അപ്പോൾ ഇവർ എന്ത് വിചാരിച്ചു, ഇനി ആ സൈന്യം തിരികെ വരികയില്ല. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഉള്ള ഭരണാധിപൻ ഇവരുടെ സൈന്യത്തിലെ വലിയൊരു വിഭാഗത്തെ പിരിച്ചുവിട്ടു. പാറാവുകാരൊക്കെ ഉറക്കത്തിലായിരുന്നു, അവരൊന്നും ശ്രദ്ധിച്ചില്ല. അപ്പോൾ ഈ പാറാവുകാർ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ ആ ചെങ്കുത്തായിട്ടുള്ള മല കയറി വന്ന് ഈ നഗരത്തെ കീഴ്പ്പെടുത്തി. അപ്പോൾ അതിനുശേഷം അന്ത്യോക്യസിൻ്റെ കാലത്തും ഇതുപോലെ തന്നെ വീണ്ടും സംഭവിച്ചു. പാറാവുകാരുടെ അശ്രദ്ധ മൂലം അവർ ഉറങ്ങിപ്പോയത് കൊണ്ട് തന്നെ ഈ ചെങ്കുത്തായ മലമുകളിലുള്ള ഈ നഗരത്തെ ശത്രുക്കൾ കീഴ്പ്പെടുത്തി. അപ്പോൾ ആ ഒരു പശ്ചാത്തലത്തിലാണ് ക്രിസ്തു ഇവരോട് പറയുക, നിങ്ങൾ ഉണർന്നിരിക്കുക എന്നുള്ളത്. അപ്പോൾ ഉണർന്നിരിക്കുന്ന അവർ എന്താണ് ചെയ്യേണ്ടത്? അണഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹത്തിന് നാളം ജ്വലിപ്പിക്കുക, അതുപോലെ മങ്ങിക്കൊണ്ടിരിക്കുന്ന വിശ്വാസം തെളിക്കുക, പരോപകാര പ്രവൃത്തികൾ ശക്തിപ്പെടുത്തുക. അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഇങ്ങനെ മൃതമായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെല്ലാം അത് കുറച്ചുകൂടി അവർ തീക്ഷ്ണതയോടെ അതിൽ ആ പ്രവൃത്തികളിലൊക്കെ ഏർപ്പെട്ട് അതിനെ ശക്തിപ്പെടുത്തുവാനായിട്ട് ശ്രമിക്കണം എന്നാണ് ഇവിടെ യേശു അവരോട് ആവശ്യപ്പെടുക. ഇനി 2-ാമത്തെ വാക്യത്തിൽ ഉള്ള 2-ാമത്തെ ഭാഗം എന്തെന്നാൽ, എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ നിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെട്ടതായി ഞാൻ കണ്ടില്ല. അപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ, ഇപ്പം എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്ന് പറയുമ്പോൾ നമുക്കൊരു സംശയം വരും, എന്തുകൊണ്ടാണ് യേശു പിതാവിനെ എൻ്റെ ദൈവം എന്ന് വിളിക്കുന്നത്? അതിൻ്റെ കാരണം ഇതാണ്. അപ്പോൾ യേശുവിൻ്റെ മനുഷ്യത്വത്തിൽ ആയിരുന്നുകൊണ്ടാണ് അവിടുന്ന് എൻ്റെ ദൈവം എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യനായി അവതരിച്ച ആ യേശു,
അപ്പോൾ ആ മനുഷ്യത്വത്തിലായിരുന്നു കൊണ്ട് യേശു പറയുന്നതാണ് എൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ എന്നത്. ഇനി രണ്ടാമത്തെ ഭാഗം, നിൻ്റെ പ്രവൃത്തികൾ പൂർത്തിയാക്കപ്പെട്ടതായി ഞാൻ കണ്ടില്ല. അപ്പോൾ നാം ചെയ്യുന്ന കാര്യങ്ങൾ അത് പൂർണ്ണതയുള്ളതായിരിക്കണം എന്ന് വീണ്ടും അത് ഓർമ്മപ്പെടുത്തുന്നു. പൂർണ്ണമായിട്ടുള്ള വിശ്വസ്തതയാണ് യേശു നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത്. വെളിപാടിൻ്റെ പശ്ചാത്തലത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സഭകൾക്കുള്ള കത്തുകൾക്ക് ആമുഖമായിട്ട് പറഞ്ഞിരുന്നു, അവിടെ എപ്പോഴും 2 കാര്യങ്ങളേ ഉള്ളൂ, കറുപ്പ് വെളുപ്പ്. അതിനിടയിലുള്ള ആ ഒരു ഗ്രേ ചാരനിറം എന്ന് പറയുന്ന അവസ്ഥയില്ല. അതായത് നിങ്ങൾ യേശുവിനോട് വിശ്വസ്ത പുലർത്തുന്നെങ്കിൽ പൂർണ്ണമായിട്ടും വിശ്വസ്ത പുലർത്തുക. ഇനി അതിന് അല്പം വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ അത് യഥാർത്ഥ പ്രതിബദ്ധതയല്ല. അപ്പം അതിനെതിരെയാണ് യോഹന്നാൻ ഈ സഭകളെല്ലാം ഉദ്ബോധിപ്പിക്കുന്നത്. അപ്പോൾ അവരുടെ പ്രവൃത്തികൾ പൂർണ്ണത ഉള്ളതായിരിക്കണം എന്ന് പറയുന്നു. റോമക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ 19-ാമത്തെ വാക്യത്തിൽ പറയുന്ന പൗലോസ്ലീഹ പറയുന്ന ഒരു വാക്യം ഞാനൊന്ന് വായിക്കാം. റോമക്കാർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം 19-ാമത്തെ വാക്യം. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് തുറന്ന് നോക്കുക. അത് 18 പഴയ പരിഭാഷയിൽ 18-19 വാക്യങ്ങൾ ഒന്നിച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൽ രണ്ടാമത്തെ ഭാഗം, തന്നിമിത്തം ഞാൻ ജെറുസലം തുടങ്ങി ഇല്ലിറിക്കോൺ വരെ ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി. ഇപ്പോൾ പൗലോസ്ലീഹ അവിടെ വ്യക്തമായിട്ട് പറയുന്നത് ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി എന്നാണ്. ക്രിസ്തുവിൻ്റെ സുവിശേഷം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ അർത്ഥമാക്കുന്നത് ആ ക്രിസ്തു അദ്ദേഹത്തെ ഭരമേൽപ്പിച്ച ആ ദൗത്യം അത് പൂർത്തിയാക്കി ക്രിസ്തുവിനോട് പരിപൂർണമായിട്ടുള്ള വിശ്വസ്തത പുലർത്തി എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി തുടർന്ന് പറയുന്ന 3-ാമത്തെ വാക്യത്തിൽ പറയുന്ന കാര്യം, അതുകൊണ്ട് നീ സ്വീകരിച്ചതും കേട്ടതും എപ്രകാരമാണെന്ന് അനുസ്മരിച്ച് അത് കാത്തു സൂക്ഷിക്കുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഇപ്പം 3 കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. ഒന്ന് അനുസ്മരിക്കുക, രണ്ടാമത്തേത് കാത്തു സൂക്ഷിക്കുക, മൂന്നാമത്തേത് മനസ്സ് തിരിയുക. ഇപ്പോൾ 3 കാര്യങ്ങൾ: അനുസ്മരിക്കുക, കാത്തു സൂക്ഷിക്കുക, മാനസാന്തരപ്പെടുക. ഇപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, ഗ്രീക്ക് പദങ്ങൾ, അതിൻ്റെ വ്യാകരണ ശൈലി വളരെ പ്രാധാന്യം അറിയിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിലെ ബൈബിളിലൊക്കെ അർത്ഥം അതിൻ്റെ യഥാർത്ഥത്തിൽ അതിൻ്റെ ആഴത്തിൽ അറിയണമെങ്കിൽ അതിന് വ്യാകരണപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ, ആദ്യത്തെ 2 പദങ്ങൾ അനുസ്മരിക്കുക, കാത്തു സൂക്ഷിക്കുക എന്നത് വർത്തമാനകാല ക്രിയയാണ്. അതായത് തുടർച്ചയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അതായത് നീ തുടർച്ചയായിട്ട് അനുസ്മരിച്ചുകൊണ്ടിരിക്കണം. അതൊരിക്കലും അനുസ്മരിച്ചിട്ട് പിന്നെ മറന്നു പോകുക എന്നല്ല അർത്ഥമാക്കുന്നത്. പിന്നെ രണ്ടാമത് കാത്തു സൂക്ഷിക്കുക, അതിലേക്ക് വരാം. അത് നീ എപ്പോഴും തുടർച്ചയായിട്ട് ചെയ്യേണ്ട കാര്യമാണ്. ഇനി 3ാമത് പറഞ്ഞിരിക്കുന്നത് നീ മാനസാന്തരപ്പെടുക എന്ന് പറഞ്ഞിരിക്കുന്നത് അതിലെ വ്യാകരണം വ്യത്യസ്തമാണ്. അതതിൻ്റെ പാസ്റ്റ് ടെൻസ്, അതായത് അത് കഴിഞ്ഞുപോയ കാലം, അതായത് ഒരിക്കൽ മാത്രം ചെയ്യുന്ന കാര്യം. നീ മാനസാന്തരപ്പെടുക എന്ന് വെച്ചാൽ നിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ നീ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നീ ആ തെറ്റിൻ്റെ പാതയിലേക്ക് തിരികെ പോകുന്നത്. അപ്പോൾ ഒരിക്കൽ മാത്രം. അപ്പോൾ നീ ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നീ പുറകോട്ട് പോകാൻ പാടില്ല. അപ്പോൾ വീണ്ടും വീണ്ടും മാനസാന്തരപ്പെടുക എന്നുള്ള ആ ഒരു കാര്യമല്ല. ഓക്കെ, തീർച്ചയായിട്ടും തെറ്റിൽ വീണാൽ മാനസാന്തരപ്പെടണം. പക്ഷേ ക്രിസ്തു നമ്മൾ ആവശ്യപ്പെടുന്നത് നാം ഒരിക്കൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നീ ഒരിക്കൽ വീണ്ടും പാപത്തിലേക്ക് പോകരുത് എന്നാണ്. ഇനി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വേറെ ഒരു പ്രയോഗം, നീ സ്വീകരിച്ചതും കേട്ടതും എപ്രകാരമാണെന്ന് അനുസ്മരിച്ച്. നീ സ്വീകരിച്ചതും കേട്ടതും. അപ്പോൾ എന്താണ് സ്വീകരിച്ചതും കേട്ടതും എന്നുകൊണ്ടൊക്കെ അർത്ഥമാക്കുന്നത്? നീ കേട്ടത് എന്താണ്? തീർച്ചയായിട്ടും അത് ക്രിസ്തുവിൻ്റെ സുവിശേഷം, യേശുവിൻ്റെ സന്ദേശം തന്നെയാണ്. ഇനി അത് സ്വീകരിച്ചത് തീർച്ചയായിട്ടും ഈ സന്ദേശം തന്നെയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ കേട്ട് സ്വീകരിച്ചിരിക്കുന്ന ആ ക്രിസ്തുവിൻ്റെ സന്ദേശം, അപ്പോൾ അതിൻ്റെ ഉള്ളടക്കത്തെ സൂചിപ്പിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, ഈ ഗ്രീക്ക് പ്രയോഗത്തിലുള്ള രണ്ടാമത്തെ ഒരു കാര്യം,
അത് എപ്രകാരമാണ് കേട്ടത്, എപ്രകാരമാണ് സ്വീകരിച്ചത് എന്നതിലേക്കോടുകൂടി നമ്മുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. അപ്പോൾ നീ എപ്രകാരം കേട്ടു, എപ്രകാരം സ്വീകരിച്ചു, അതായത് വളരെ തീക്ഷ്ണതയോടെയാണ് നീ അത് കേട്ടത്, ശ്രവിച്ചത്. അപ്പോൾ ആ ആദ്യത്തെ ആ തീക്ഷ്ണത, നീ യേശുവിലേക്ക് കടന്നു വന്നപ്പോൾ നിനക്കുണ്ടായിരുന്ന ആ തീക്ഷ്ണത, അത് എങ്ങനെയുള്ളതായിരുന്നു നീ ഓർക്ക്. ഇപ്പോൾ നീ തളർന്ന് ഇവിടെ യാതൊരു ജീവനുമില്ലാത്ത വിധത്തിൽ നീ ഇരിക്കുന്നു. നിൻ്റെ ശക്തിയെല്ലാം മന്ദീഭവിച്ചിരിക്കുന്നു. അപ്പോൾ നിൻ്റെ ആദ്യകാല ആ സ്നേഹം, ഇപ്പോൾ നമ്മൾ എഫേസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് നിൻ്റെ ആദ്യത്തെ സ്നേഹം, ആ ആദ്യത്തെ സ്നേഹത്തിലേക്ക് തിരികെ വരാനായിട്ട്. അപ്പോൾ ദൃഢവിശ്വാസത്തോടെ നീ സ്വീകരിച്ച കാര്യങ്ങൾ, യേശുവിൻ്റെ സന്ദേശം നീ സ്വീകരിച്ചു, അത് നീ തീർച്ചയായിട്ടും അത് മുറുകെ പിടിക്കുക. കാത്തു സൂക്ഷിക്കുക എന്ന് പറയുമ്പോൾ അത് നീ മുറുകെ പിടിക്കുക, അതിനോട് പൂർണ്ണ പ്രതിബദ്ധത പുലർത്തുക എന്നതാണ് അർത്ഥമാക്കുന്നത്. ഇനി തുടർന്ന് പറയുന്നു, നീ ഉണർന്നിരിക്കുന്നില്ലെങ്കിൽ കള്ളനെപ്പോലെ ഞാൻ വരും. ഏത് മണിക്കൂറിലാണ് ഞാൻ നിനക്കെതിരെ വരികയെന്ന് നീ അറിയുകയില്ല. കള്ളനെപ്പോലെ വരിക. അപ്പോൾ അങ്ങനെയുള്ള പരാമർശങ്ങൾ നമ്മൾ പുതിയ നിയമത്തിൽ പലയിടങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഉദാഹരണത്തിന് മത്തായി 24:43, കള്ളൻ രാത്രിയിൽ ഏതു സമയത്താണ് വരുന്നതെന്ന് ഗൃഹനാഥൻ അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ഉണർന്നിരിക്കുകയും തൻ്റെ ഭവനം കവർച്ച ചെയ്യാൻ ഇട കൊടുക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു എന്ന് നിങ്ങൾ അറിയുന്നു. അപ്പോൾ അതുപോലെ തന്നെ സമാനമായിട്ട് ലൂക്കായുടെ സുവിശേഷത്തിൽ 12-ാം അധ്യായത്തിൽ 39-ാമത്തെ വാക്യത്തിലും നമ്മൾ കാണുന്നുണ്ട്. ഇനി കർത്താവ് രാത്രിയിൽ കള്ളനെപ്പോലെ വരുന്നതിനെക്കുറിച്ച് പൗലോസ്ലീഹയുടെ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം 5-ാമത്തെ അധ്യായം 2-4 വാക്യങ്ങളിലും നമ്മൾ കാണുന്നു. നിങ്ങളുടെ കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഒന്ന് തുറക്കുക. 1 തെസ്സലോനിയൻസ് 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാം. ഇനി 4-ാമത്തെ വാക്യം. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളൻ എന്ന പോലെ നിങ്ങളെ അപ്രതീക്ഷിതമായി പിടികൂടാൻ ഇടയാകാത്ത വിധം നിങ്ങൾ അന്ധകാരത്തിലല്ല കഴിയുന്നത്. അപ്പോൾ ഉണർന്നിരിക്കുക എന്ന് പറയുമ്പോൾ ക്രിസ്തുവിനോടുള്ള ആ സമർപ്പണത്തിൽ അത് പൂർണ്ണ ജാഗ്രതയോടെ നിലകൊള്ളണം എന്നാണ് അർത്ഥമാക്കുക. അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സാർദീസിൻ്റെ ആ പശ്ചാത്തലം ഉണർന്നിരിക്കുവാനായിട്ടുള്ള ആഹ്വാനത്തിൻ്റെ പിന്നിലുണ്ട്. അവർ ഉണർന്നിരിക്കാതിരുന്നത് കൊണ്ട് അവരുടെ ആ രാജ്യം 2 പ്രാവശ്യം വിദേശികൾക്ക് അടിമപ്പെട്ടു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ആ ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ ആയിരിക്കണം യേശു ഇത് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സഭയ്ക്ക് യേശു പറയുന്ന ഈ സന്ദേശം കുറേ കൂടി വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇനി തുടർന്ന് പറയുന്നു 4-ാമത്തെ വാക്യം. എന്നാൽ തങ്ങളുടെ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്ത കുറച്ച് പേർ സാർദീസിൽ നിനക്കുണ്ട്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും, എന്തെന്നാൽ അവർ അതിന് യോജിച്ചവരാണ്. ഇപ്പോൾ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവർ, ഇപ്പോൾ വസ്ത്രങ്ങൾ മലിനമാക്കിയിട്ടില്ലാത്തവർ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുക? അത് തീർച്ചയായിട്ടും അവർ യേശുവിലേക്ക് വന്നപ്പോൾ അവർ സ്വീകരിക്കുന്ന ആ വിശുദ്ധിയുടെ വസ്ത്രം തന്നെയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ജ്ഞാനസ്നാനം സ്വീകരിച്ചവർ വിശുദ്ധിയുടെയും ദൈവിക ജീവൻ്റെയും ഒക്കെ അടയാളമായിട്ട് ദൈവബലിയിൽ വെള്ള വസ്ത്രം ധരിക്കുന്ന ഒരു പതിവ് ആദ്യകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് ലഭിച്ചിരിക്കുന്ന ജ്ഞാനസ്നാനത്തിൽ ലഭിച്ച ആ വിശുദ്ധി, അപ്പോൾ അത് മലിനമാക്കാത്തവർ എന്ന് പറയുമ്പോൾ അവർ വിശുദ്ധിയിൽ നിലനിന്നവർ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഏതാനും പേര് സാർദീസിൽ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇപ്പം എന്താണ് നാം ധരിച്ചിരിക്കുന്ന വെളുത്ത വസ്ത്രം അത് മലിനമാക്കുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ പാപങ്ങൾ തന്നെയാണ്. അപ്പോൾ പാപങ്ങളിൽ പതിക്കുന്നവരാണ് നമ്മൾ തീർച്ചയായിട്ടും വസ്ത്രം മലിനമാക്കുന്നത്. ഇനി ഈ വെളുത്ത വസ്ത്രത്തെക്കുറിച്ച് നമ്മൾ പിന്നെയും വെളിപാട് ഗ്രന്ഥത്തിൽ വേറെയും പല അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. 6-ാമത്തെ അധ്യായത്തിൽ 5-ാമത്തെ മുദ്ര തുറന്നു കഴിയുമ്പോൾ
ബലിപീഠത്തിന് കീഴെ കൊല്ലപ്പെട്ടവരുടെ ആത്മാക്കളെ കാണുന്നുണ്ട്. അപ്പോൾ അവർ ക്രിസ്തുവിനോട്, അവർ ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നു, ഇനി എത്ര നാൾ കൂടി എന്ന് വിളിച്ചപേക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അത് കഴിയുമ്പോൾ എന്താണ് നാം കാണുന്നത്? ആ ഉയർത്തെഴുന്നേറ്റവൻ ക്രിസ്തു അവർക്ക് വെളുത്ത വസ്ത്രം കൊടുക്കുന്നു. അപ്പോൾ ആ വെളുത്ത വസ്ത്രം അത് അർത്ഥമാക്കുന്നത് അവർ സ്വീകരിക്കുന്ന ആ ഉത്ഥാനത്തിൻ്റെ ഒരു പ്രതീകമാണ്. അപ്പോൾ ക്രിസ്തുവിനോടുകൂടെ മരിക്കുന്നവർ ക്രിസ്തുവിനോടുകൂടെ ജീവിക്കും എന്ന് തന്നെയാണ് അത് അർത്ഥമാക്കുന്നത്. അപ്പോൾ ആ ഒരു ആശയമാണ് പിന്നീടുള്ള വാക്യത്തിലുള്ളത്. അവർ ധവള വസ്ത്രധാരികളായി എൻ്റെ കൂടെ നടക്കും. ധവള വസ്ത്രധാരികളായി ഉയർത്തെഴുന്നേറ്റവൻ്റെ, ക്രിസ്തുവിൻ്റെ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ നടക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു ചിത്രം നമ്മൾ പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. 3-ാം അധ്യായത്തിൽ 8-ാമത്തെ വാക്യത്തിൽ കാണുന്നുണ്ട്. ദൈവത്തോടൊപ്പം നടക്കുന്ന ആദ്യ മനുഷ്യരെ കാണുന്നുണ്ട്. അപ്പോൾ വിശുദ്ധിയിലായിരിക്കുന്നവർ, ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവരാണ്, അവർക്ക് മാത്രമാണ് ദൈവത്തോടൊപ്പം നടക്കുവാനായിട്ട് സാധിക്കുക. അപ്പോൾ വിശുദ്ധിയിൽ വ്യാപരിക്കുക എന്നാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. അവർ വിശുദ്ധിയിൽ നിലനിന്നാൽ അവർക്ക് ദൈവം നൽകുന്ന അംഗീകാരം എന്താണ്? തീർച്ചയായിട്ടും വരാനിരിക്കുന്ന ദൈവരാജ്യത്തിലെ അംഗത്വം തന്നെയാണ്. അത് പുതിയ ജെറുസലേമിലെ അംഗത്വം. അത് നമ്മൾ പിന്നീട് 20, 21, 22 അധ്യായങ്ങളിൽ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു മുൻ ആസ്വാദനമായിട്ട്, മുന്നോടിയായിട്ട് 14-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. സിയോൺ മലമേ നിൽക്കുന്ന കുഞ്ഞാടിൻ്റെ കൂടെയുള്ള 144,000 പേര്, അവരും വെളുത്ത വസ്ത്രം ധരിച്ചിരിക്കുന്നവരാണ് എന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഈ വെളുത്ത വസ്ത്രം എന്ന് പറയുന്നത് വിശുദ്ധിയുടെ അടയാളമാണ്. അതോടൊപ്പം തന്നെ അവർ പങ്കുചേരുന്ന ഉത്ഥാനത്തിൻ്റെ ഒരു പ്രതീകം കൂടിയാണ് എന്ന് പറയാൻ നമുക്ക് സാധിക്കും. ഇനി തുടർന്ന് 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു, വിജയം വരിക്കുന്നവർ ഇപ്രകാരം വെള്ള വസ്ത്രം ധരിപ്പിക്കപ്പെടും, ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവൻ്റെ പേര് ഞാൻ മായ്ച്ച് കളയുകയില്ല, എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെ മുമ്പിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് അവരുടെ പേരുകൾ മായ്ച്ച് കളയില്ല. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തെക്കുറിച്ചുള്ള സൂചനകൾ പിന്നെയും നമ്മൾ കാണുന്നുണ്ട്. 13-ാം അധ്യായം 8-ാമത്തെ വാക്യത്തിൽ, 17-ാം അധ്യായം 8-ാമത്തെ വാക്യം, അതുപോലെ തന്നെ 20, 12, 15, 21-ാം അധ്യായം 27-ാമത്തെ വാക്യം, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം, പിന്നെ ദാനിയേലിൻ്റെ പുസ്തകത്തിലും കാണുന്നുണ്ട്. നമുക്ക് ഫിലിപ്പിയർക്ക് എഴുതിയ ആ ലേഖനം അതൊന്ന് നമുക്ക് നോക്കാം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം, എൻ്റെ ആത്മസുഹൃത്തെ ക്ലെമൻറ്റിനോടും എൻ്റെ മറ്റ് സഹപ്രവർത്തകരോടും കൂടെ സുവിശേഷത്തിന് വേണ്ടി എന്നോടൊപ്പം പ്രയത്നിച്ച ആ സ്ത്രീകളെ സഹായിക്കണമെന്ന് ഞാൻ നിന്നോട് അഭ്യർത്ഥിക്കുന്നു. അവരുടെ നാമം ജീവൻ്റെ പുസ്തകത്തിലുണ്ട്. അപ്പോൾ യേശുവിനോട് കൂടെ ആയിരിക്കുന്നവർ, യേശുവിനോട് പൂർണ്ണമായിട്ട് വിശ്വസ്ത പുലർത്തുന്നവർ, അവരുടെ പേരുകളാണ് ജീവൻ്റെ പുസ്തകത്തിൽ ഉള്ളത് എന്ന് നമ്മൾ കാണുന്നു. അപ്പോൾ വിശ്വസ്തർക്ക് ദൈവരാജ്യത്തിൽ അംഗത്വം ലഭിക്കും എന്നുള്ള സൂചന അത് പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലും പലയിടങ്ങളിലുമൊക്കെ കാണുന്നുണ്ട്. പുറപ്പാടിൻ്റെ പുസ്തകം 32-ാമത്തെ അധ്യായം, പുറപ്പാട് 32-ാമത്തെ വാക്യം, അവിടുന്ന് കനിഞ്ഞ് അവരുടെ പാപം ക്ഷമിക്കണം, അല്ലെങ്കിൽ അവിടുന്ന് എഴുതിയിട്ടുള്ള പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ച്ച് കളഞ്ഞാലും. അപ്പോൾ ആ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുന്നതിനെക്കുറിച്ച് പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. 33-ാമത്തെ വാക്യത്തിൽ കർത്താവ് മോശയോട് പറഞ്ഞു, എനിക്കെതിരായി പാപം ചെയ്തവനെയാണ് എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കുക. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതുക എന്ന് പറഞ്ഞാൽ ആ ദൈവത്തോടു കൂടെ ആയിരിക്കുക, ആ ഒരു സൗഭാഗ്യം കൊടുക്കുക എന്ന് തന്നെയാണ് അർത്ഥമാക്കുന്നത്. തുടർന്ന് സങ്കീർത്തനങ്ങൾ 69-28, എസെക്കിയേൽ 13:9, ദാനിയേൽ 12:1 തുടങ്ങിയ വാക്യങ്ങളിലും ഒക്കെ ആ ഒരു ആശയം നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ളവർ ദൈവത്തോടു കൂടെ ആയിരിക്കുന്നവരെ സ്വീകരിക്കുന്നത് അത് ക്രിസ്തു തന്നെയാണ് എന്ന് ഇവിടെ പറയുന്നു. എൻ്റെ പിതാവിൻ്റെയും അവിടുത്തെ ദൂതന്മാരുടെ മുമ്പിൽ അവൻ്റെ നാമം ഞാൻ ഏറ്റുപറയും. അപ്പോൾ ജീവൻ്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടിരിക്കുന്നവരെ അവരുടെ പേര് ഏറ്റുപറയും എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥമാക്കുന്നത്? യേശുവിൻ്റെ കൂടെ നിൽക്കുന്നവരെ ഒരിക്കലും അവിടുന്ന് തള്ളിക്കളയുകയില്ല. അപ്പോൾ ഈ ഒരു വാഗ്ദാനം
നമ്മൾ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും നാം കാണുന്നുണ്ട്. 10-ാം അധ്യായത്തിൽ 32-ാമത്തെ വാക്യം, യേശുവിനെ പിഞ്ചെല്ലുന്നവരുടെ നാമം ദൈവത്തിന് മുന്നിൽ ഏറ്റു പറയുന്നു എന്നുള്ളത്. അപ്പോൾ ആരംഭത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രം പേരുള്ളവർ, അപ്പോൾ അവരുടെ വിശ്വാസമൊക്കെ ക്ഷയിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ അറിയാം. പക്ഷേ അങ്ങനെയുള്ളവരാണെങ്കിലും അവസാനം അവരോട് പറയുന്നത് എന്താണ്? നിങ്ങൾ വിശ്വസ്തയോടെ നിലനിന്നാൽ അവരുടെ നാമം ഞാൻ ഏറ്റുപറയും. അപ്പോൾ ഒരിക്കലും യേശു അവരെ ഉപേക്ഷിക്കുന്നില്ല. ഒരിക്കലും ഒരു വ്യക്തിയും പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നില്ല. നഷ്ടപ്പെട്ട പേര് വീണ്ടെടുക്കാനായിട്ട് ക്രിസ്തു ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ പുറമേ ഈ സഭയെക്കുറിച്ച് പൊതുവായിട്ട് നമുക്ക് എന്താ പറയാൻ സാധിക്കുന്നത്? പുറമേ എല്ലാം ആകർഷകമാണ്, എവിടെയും ക്രമവും കാര്യക്ഷമതയും നൈപുണ്യവും പ്രൊഫഷണലിസവും ഒക്കെയുണ്ട്. പക്ഷേ അവരുടെ മനസാക്ഷി മരവിച്ചിരിക്കുന്നു, അവരുടെ മുഖത്ത് കാപട്യമാണുള്ളത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ പോലും കർത്താവ് അവരെ പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചിട്ടില്ല. അപ്പോൾ ഈ സഭ എത്രമാത്രം ക്രിസ്തുവിന് അകലെയാണെങ്കിൽ പോലും ക്രിസ്തു ഒരിക്കലും അവരെ ഉപേക്ഷിക്കുന്നില്ല എന്നാണ് അവസാനം അവരോട് പറയുന്നത്. എന്താണ് അവർ അതിനായി ചെയ്യേണ്ടത്? മാനസാന്തരപ്പെട്ട് അവരുടെ കപട ജീവിതത്തിൽ നിന്ന് അവർ തിരികെ വരിക. അപ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ തിരിച്ചറിയുക, എൻ്റെ ബലഹീനത തിരിച്ചറിയുക, എൻ്റെ കുറവുകൾ തിരിച്ചറിയുക, സത്യസന്ധതയോടെ അതൊക്കെ തിരിച്ചറിഞ്ഞ് ക്രിസ്തുവിലേക്ക് തിരികെ വരിക. അങ്ങനെയെങ്കിൽ ജീവിച്ചിരിക്കുന്നു എന്ന പേര് മാത്രമുള്ള ആ സഭയ്ക്കും വീണ്ടും ക്രിസ്തുവിലേക്ക് വരുവാൻ സാധിക്കും എന്നാണ് പറയുക. അത് നമുക്കുമുള്ള സന്ദേശം തന്നെയാണ്. നമ്മളും ക്രിസ്തുവിൽ നിന്ന് അകന്നു പോയി എന്ന് തോന്നുന്നു എങ്കിലും മാനസാന്തരപ്പെട്ടാൽ, നാം ഒന്ന് ശ്രമിച്ചാൽ വീണ്ടും ക്രിസ്തുവിലേക്ക് വരുവാൻ സാധിക്കും എന്ന് ഈ കത്ത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവർക്കും വണക്കം.